അപ്പം ഇന്നത്തെ ചായ കൂടി ഇവിടുന്ന് ആക്കട്ടോ, നാടൻ ഹോട്ടലുകൾ എന്ന് നമുക്ക്. അപ്പോൾ ഇവിടെ എത്തിയ കഥ പറയുകയാണെങ്കിൽ ഒന്നും പറയേണ്ട മക്കളെ. നമ്മളെ നാട്ടിൽ റോഡ് പണി തുടങ്ങിയിട്ടേ 1-2 കിലോമീറ്റർ അടച്ചിട്ടതാണ്. പിന്നെ നമ്മളെ അളവപ്പാറ അറിയാലോ, ഇപ്പം എന്താ പറയുക, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സെൻറ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ തന്നെ തണുപ്പല്ല, നല്ലൊരു കാഴ്ചകളൊക്കെ കണ്ട് പുഴയത്ത് കൂടെ ഇങ്ങനെ നടക്കാൻ ഒരു സുഖമാണ്. നല്ല തണുപ്പാണ്. ഇപ്പോൾ ഒരു 10 മണിയായിട്ട് നല്ല തണുപ്പാണ്. ഒരുപാട് ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഹൗസ് ബോട്ടും ഷിക്കാര ബോട്ടും സ്പീഡ് ബോട്ടും അങ്ങനെ എല്ലാ സാധനങ്ങളും. നടക്കുന്നതിനിടയ്ക്ക് ഭാഗ്യത്തിന് ചെറിയൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദൂരം മുപ്പരുണ്ടാവും, മുപ്പരോടെ അങ്ങനെ പോവാം. അപ്പോളേ ബോട്ടിങ്ങിൻ്റെയൊക്കെ എന്താ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ, ഞാനോട് ഒപ്പിച്ചുതരാം. ബോട്ടറോട് ചെറിയ കമ്മീഷൻ അടിക്കാമല്ലോ. ഇതാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ, ഞാനോട് ഒപ്പിച്ചുതരാം. ടൂറിസ്റ്റ് പ്ലേസ് അല്ല. അപ്പോൾ റോഡൊക്കെ മോശമായി കിടക്കുകയായിരുന്നു, അതൊക്കെ ഇപ്പോൾ നന്നാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മൊത്തം അടച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഇവിടെ നിന്ന് ഇറങ്ങി 1 കിലോമീറ്റർ നമുക്ക് ഇനിയും നടക്കാനുണ്ട്. അങ്ങോട്ട് പോയാലും നമുക്ക് ബസ് നമുക്ക് അങ്ങോട്ട് പോയി. ഒക്കെ എല്ലാ റോഡും അടച്ചിട്ടാണ്. അപ്പം അങ്ങനെ നടക്കട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ചായപ്പീടികളുണ്ട്. ഒക്കെ നമുക്ക് നാട്ടുകാർ കഴിക്കാനുള്ള ചെറിയ ചെറിയ ധാരാളം ചായപ്പീടികൾ. അങ്ങനെ നടക്കാം. കുറച്ചും കൂടി നടന്നാൽ നമുക്ക് ചിലപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. എളവപ്പാറ വന്നവരെ റോഡ് വളരെ മോശമുള്ള അഭിപ്രായം പലപ്പോഴും പറയാറുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ കുമാരസ്വാമിക്ക് പോകുന്ന വഴിയൊക്കെ നന്നാക്കുന്ന പണി തുടങ്ങിയിട്ട് അതും കൂടിയായിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് പുറത്തേക്ക് അറിയിക്കാമല്ലോ. ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വീണ്ടും ഇപ്പോൾ ഏകദേശം ഒരു മാസം കൊണ്ടൊക്കെ റെഡി ആകുന്ന വിചാരിക്കും. ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക്, ഞാനിപ്പോൾ ഡിസംബറിലല്ലേ വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുൾ സെറ്റാവുമെന്ന് വിചാരിക്കുന്നതല്ലേ. അപ്പോൾ എല്ലായിടത്തും ഈ ഒരു കട്ടവാകലാണ്. അപ്പോൾ കട്ടവാകുമ്പോൾ ശരിക്കും റോഡിന് വീതി കുറച്ച് കൂടുന്നുണ്ട് അല്ലേ. എന്തായാലും എത്ര കാലം ഉണ്ടാവും നോക്കാം. കട്ട എവിടെയും ചെക്കന്മാർ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലെങ്ങും ഈ ഒരു ഫ്ലക്സിൻ്റെ കളിയാണല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. അത്രയും കഷ്ടപ്പെട്ടുണ്ട് ഞങ്ങളൊക്കെ. ഇപ്പം എന്തായാലും അതൊക്കെ സെറ്റായി. ഈ പണിയും കൂടി കഴിഞ്ഞാൽ അടിപൊളി. തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പണി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ മറക്കണ്ട, ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ബോട്ടിങ് ടീമിനെ മുട്ടിച്ചു തരാം. എല്ലാവരും ഇങ്ങോട്ട് നാട്ടിലേക്ക് വരി. പുറത്തേക്ക് എല്ലാവരും ഇങ്ങനെ പോയിട്ട് കാര്യം, നമുക്ക് നമ്മളെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ട് ആസ്വദിക്കുമായിരുന്നു. അത് വെറുതെ ഒരുപാട് ദൂരം ബസ്സിലൊക്കെ യാത്ര ചെയ്ത് പോയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളെ ഏരിയയിലൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോവുക, അതൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാം. അപ്പോൾ നമ്മളെ ചെലപ്പുറം ടൗണിൽ എത്താനായിട്ട് ഇവിടെ ഇപ്പോൾ തൽക്കാലം ബസ്സുള്ളൂ. പിന്നെ അങ്ങോട്ട് ഒരു 1-2 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്നുള്ള ഒപ്പാറയ്ക്ക്. ഈ ബസ്സിലാണ് നമുക്ക് ഇവിടുന്ന് ടൗണിലേക്ക് പോകാനുള്ളത്. ബസ്സൊക്കെ അവിടെ നിർത്തിയിട്ട സമയമാണ്. ഇതുവരെ ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് എല്ലാം അങ്ങോട്ട് പോയി ചായ കുടിക്കാം. ബസ്സിലെ കണ്ടക്ടറും അവിടെ ചായ കുടിക്കാൻ പോയിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് നടക്കാം. നല്ലൊരു സുഖം കിട്ടും നടക്കാൻ. ഈ ഒരു രാവിലത്തെ ചെറിയൊരു വെയിൽ, നല്ല തണുപ്പല്ലേ ഇപ്പോൾ, എൻ്റെ ഇടയ്ക്ക് ചെറിയ വെയിലൂടെ നടക്കാൻ നല്ല. അപ്പോൾ അത് സ്ഥലമൊക്കെ നമ്മുടെ കോഴിക്കോട് ചേളന്നൂർ പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കടന്ന് നമ്മൾ കക്കോടി പഞ്ചായത്തിലേക്ക് എത്തി. അതിൻ്റെ നടുവിലാണ് ഒരു പാലം. ഈ പാലം എനിക്ക് തോന്നുന്നു 2 ആക്കില്ലാന്ന് തോന്നുന്നു. അപ്പുറത്തല്ലേ കിടക്കുന്നത്. ഇതാണ് നമ്മൾ എളവപ്പാറയ്ക്ക് പോകുന്ന അകലാപ്പുഴ കേട്ടോ. എൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് പറഞ്ഞാൽ എവിടെയാണ് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഭാഗം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടൊരു ഓർമ്മ ഉണ്ടോ? സിനിമയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് സിനിമ ഷൂട്ടിങ് നടക്കുന്ന സ്പോട്ടാണ് എളവപ്പാറ ഈ ഭാഗത്ത്. ഇത് നമ്മളെ മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ മോഹൻലാൽ ബസ് വന്നിറങ്ങുന്ന ഒരു സ്പോട്ടല്ലേ, നമ്മളെ മുന്തിരിവള്ളികൾ അതിലാന്ന് തോന്നുന്നു. സിനിമേൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല. അവിടെ നിന്നൊരു പഞ്ചായത്ത് ഓഫീസൊക്കെ ഇല്ല, അതിൻ്റെ ബാക്കിലൊക്കെയാണ് അവരുണ്ടാക്കി. അതിപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ, സെറ്റ് ഇട്ടത്. അപ്പം അതൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ എന്തായാലും ഞാൻ പോയി ചായ കുടിക്കട്ടെ. ഇപ്പോൾ ചെറിയൊരു ഹോട്ടൽ, ഒരു നാടൻ ഫുഡ് സ്പോട്ട്, ഒരു 10 സമയം, ഒരു 10-10:15 ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കും നല്ല ഫുഡും കിട്ടും, നല്ല ചൂടോട് കൂടാൻ. പണിക്കാരിറങ്ങുന്ന ടൈമാണല്ലോ ഈ ഒരു 10:30 എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ആ സമയത്ത് കയറിയാൽ അത്യാവശ്യം തിരക്കുണ്ടാവുമെങ്കിലും ആ സമയത്തേക്ക് കണക്കാക്കിയിട്ടാണല്ലോ ഇങ്ങനത്തെ നാടൻ ഫുഡ് സ്പോട്ടുകളിലൊക്കെ ഫുഡ് റെഡിയാക്കുക. അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കും. ഉണ്ടല്ലോ ഫുൾ സീറ്റ് തിരക്കാണ്. മീൻകറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മുട്ട റോസ്റ്റും ഒരു സിംഗിൾ പൊറോട്ടയാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ നാടൻ ഫുഡ് ആകുമ്പോൾ എന്താ പറയുക, പൊറോട്ട, ബീഫ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ നല്ല മീൻകറി, ചെറുപയർ കറി, കോഴിപ്പാട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഞാനിത് അങ്ങോട്ട് തീർക്കട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ. എന്തെങ്കിലും ബോട്ടിങ്ങിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് സെറ്റാക്കാം. അങ്ങനത്തെ നാടൻ ഫുഡ് സ്പോട്ടിൽ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഒരു കുറച്ച് സാധനം ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലുള്ള പരിപാടിയല്ലേ. എന്തായാലും അതൊക്കെ കഴിച്ച് അങ്ങോട്ട് കിട്ടും. ഇപ്പം നാടൻ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ബോട്ടിലൊക്കെ വരുന്നവർക്ക് ഒരുപാട് ഈ വീട്ടിൽ നിന്നൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ടീംസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഹൗസ് ബോട്ടിൽ വെച്ചും പുറത്ത് വെച്ചൊക്കെ കഴിച്ച് ആൾക്കാർ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ചിലവാക്കാൻ കുറേ പേര് വരുന്നുണ്ട്. റോഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട്. അപ്പം നന്നാട്ടെ. ഫുഡും കൊള്ളാം പറഞ്ഞു.
ഇല്ല ഇങ്ങനത്തെ ചെറിയ ഹോട്ടലൊക്കെ അടുക്കളയിൽ ഒരാൾക്കാർ ഇരുന്ന് കഴിക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരായിരിക്കും തിരക്കാകുമ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാൻ പോവുക അത് തന്നെ. അപ്പം എന്തായാലും വല്ല ബില്ല് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ഇനി നമുക്ക് നേരെ ടൗണിലേക്ക്, ടൗണല്ല അങ്ങാടി എന്നൊക്കെ നമ്മൾ പറയും ചിലപ്പോൾ അങ്ങാടി. അപ്പോൾ അവിടെ പോയാൽ നമ്മളെ ബസ് കിട്ടും, അത് കയറുക. ഇന്ന് നേരെ ടൗണിലേക്ക് കുറച്ച് പരിപാടിയുണ്ട്, ബാക്കി ടൗണിലെത്തിയിട്ട് കാണാൻ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ, നല്ല വീഡിയോസൊക്കെ കാണാൻ പറ്റില്ല. പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും കൂടുതലല്ലോ, അപ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതേപോലെ വീഡിയോസൊക്കെ ഇനി ഇടയ്ക്കിടയ്ക്ക് ധാരാളം പേജിൽ ചാനലിൽ കിടക്കുന്നുണ്ട്, കയറി കണ്ടു നോക്കി കേട്ടോ. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഇപ്പോൾ നമ്മളെ ബസ് വരുന്നുണ്ട്, ഇനി നേരെ ബസ് കയറി കോഴിക്കോട് ടൗണിലേക്ക്.